നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും 5-ൽ കൂടുതൽ എംപിമാർ ഉറപ്പായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ലോക്സഭയിൽ ഉണ്ടാകുമെന്നാണ് നിലവിലെ BJP നേതാവായ PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി എന്നത് വിജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയാണെന്നും തൃശ്ശൂരിൽ NDA വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു PC ജോർജ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. സമ്മേളന വേദിയിൽ പൂഞ്ഞാർ മുൻ MLA PC ജോർജിൻ്റെ കേരള ജനപക്ഷം പാർട്ടി BJPയിൽ ലയിക്കുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് പങ്കുവയ്ക്കുകയായിരുന്നു. BJP ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും 5-ൽ കൂടുതൽ എംപിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ലോക്സഭയിൽ കൈവെക്കാനുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ ചുരുങ്ങിയത് 5 മണ്ഡലങ്ങളിലെങ്കിലും നേട്ടമുണ്ടാക്കുമെന്നാണ് താൻ പറയുന്നത്. അവയുടെ പേരുകൾ ഇപ്പോൾ പറയില്ല. പറഞ്ഞാൽ മറ്റിടങ്ങളിലെ പ്രവർത്തനം വെറുതെയാകില്ലേ. നമ്മുടെ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. നമുക്ക് ആ തൃശ്ശൂർ പിടിക്കണം. കേരളത്തിൽ നിന്ന് 5-ൽ കൂടുതൽ എംപിമാരെയാണ് ലഭിക്കുന്നത്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പൊക്കോളൂ എന്നാണ് PC ജോർജ് പറഞ്ഞത്. K. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന സർക്കാരിന് പിന്തുണയില്ലായിരുന്നിട്ട് പോലും കേന്ദ്രം കേരളത്തിന് മുന്തിയ പരിഗണന നൽകിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ കുറ്റപ്പെടുത്തിയത്. BJP കേരളത്തെയോ മറ്റു സംസ്ഥാനങ്ങളെയോ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. BJP ദുർബലമായിരുന്ന കാലത്തും കേരളത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പാർട്ടി പങ്കാളിയായിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന പരിഗണന കേരളത്തിനും കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. കേരളം ഇത്തവണ NDAക്ക് പിന്തുണ നൽകും. 2024 തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനുള്ള തിരഞ്ഞെടുപ്പായി തന്നെ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ശക്തമായ പ്രചരണ പരിപാടികൾക്കൊരു തുടക്കമിട്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.